നമ്മളെല്ലാം ട്രെയിനിൽ യാത്ര ചെയ്യുന്നവരാണല്ലേ. ഇപ്പോഴിതാ ട്രെയിൻ യാത്രക്കാർക്ക് ഒരു സന്തോഷ വാർത്തയുമായി എത്തിയിരിക്കുകയാണ് ഇന്ത്യൻ റെയിൽവേ. ട്രെയിൻ ഉപഭോഗം വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ ട്രെയിൻ ടിക്കറ്റ് നിരക്കിൽ 25% ഇളവ് നൽകാൻ ഒരുങ്ങുകയാണ് ഇന്ത്യൻ റെയിൽവേ. വന്ദേ ഭാരത് അടക്കമുള്ള ട്രെയിനുകളുടെ ടിക്കറ്റ് നിരക്കിൽ ഇളവ് കൊണ്ടുവരാനാണ് റെയിൽവേയുടെ ഇപ്പോഴത്തെ തീരുമാനം. ട്രെയിനുകളിലെ AC ചെയർക്കാർ, എക്സിക്യൂട്ടീവ് ക്ലാസ് എന്നിവയുടെ നിരക്കാണ് 25% കുറയ്ക്കാൻ തീരുമാനമായിരിക്കുന്നത്. AC ചെയർക്കാർ സൗകര്യമുള്ള ട്രെയിനുകൾക്ക് ഇളവ് പ്രഖ്യാപിക്കാനുള്ള അധികാരം സോണൽ റെയിൽവേകളെ ഏൽപ്പിക്കുവാനും തീരുമാനിച്ചിട്ടുണ്ട്. ലക്ഷറി കോച്ചുകളായ അനുഭൂതി, വിസ്താഡോം കോച്ചുകൾ അടക്കം AC ചെയർക്കാർ, എക്സിക്യൂട്ടീവ് ക്ലാസുകൾക്കും ഈ ഇളവുകൾ ലഭിക്കും. ഇതോടെ നിലവിലെ ട്രെയിനിലെ അടിസ്ഥാന ടിക്കറ്റ് നിരക്കിൽ നിന്നും 25% വരെ ഇളവുകൾ ലഭ്യമാകുമെന്നാണ് റിപ്പോർട്ടുകൾ ഉള്ളത്. ഒരു മാസത്തിനിടെ പകുതി സീറ്റുകൾ ഒഴിവു വന്ന സർവീസുകൾക്കാണ് ഈ ടിക്കറ്റ് നിരക്ക് 25% കുറയ്ക്കുന്ന പരിഗണന നൽകുന്നത്. യാത്രക്കാരുടെ എണ്ണം 50%-ന് താഴെയായാൽ യാത്രയുടെ ഏത് ഘട്ടത്തിലും ഇളവ് അനുവദിക്കാമെന്നാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. കൂടിയ ടിക്കറ്റ് നിരക്ക് മൂലം വന്ദേ ഭാരത് ഉൾപ്പെടെയുള്ള ട്രെയിനുകളിൽ ഉയർന്ന ക്ലാസുകളിൽ യാത്രക്കാർക്ക് വലിയ രീതിയിൽ കുറയുന്നത് കണക്കിലെടുത്താണ് റെയിൽവേയുടെ ഇപ്പോഴത്തെ തീരുമാനം. എന്തായാലും വൈകാതെ തന്നെ കുറഞ്ഞ നിരക്ക് പ്രാബല്യത്തിൽ വരുമെന്നാണ് റെയിൽവേ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. അതേസമയം റിസർവേഷൻ, സൂപ്പർ ഫാസ്റ്റ് സർചാർജ്, GST അടക്കമുള്ള മറ്റ് ചാർജുകൾക്ക് പ്രത്യേകം ചാർജ് ഈടാക്കും. ഇളവുകൾ സീറ്റുകളുടെ എണ്ണത്തിന്റെ അടിസ്ഥാനത്തിലാകും തീരുമാനിക്കുന്നത്. എന്നാൽ നിലവിൽ ബുക്ക് ചെയ്തിരിക്കുന്ന യാത്രക്കാർക്ക് ടിക്കറ്റുകൾക്ക് റീഫണ്ട് ലഭിക്കുകയോ നിരക്കിളവ് ബാധകമായിരിക്കുകയോ ഇല്ല. കൂടാതെ അവധിക്കാലത്തും ആഘോഷവേളയിലും നടത്തുന്ന പ്രത്യേക സർവീസുകൾക്കും ഇളവ് ബാധകമല്ല എന്ന് റെയിൽവേ അറിയിച്ചിട്ടുണ്ട്. മാത്രമല്ല, റെയിൽവേ പാസുകൾ, കൺസെഷൻ, വൗച്ചറുകൾ, MLA-മാരുടെയും MP-മാരുടെയും കൂപ്പണുകൾ എന്നിവയ്ക്കും ഈ പുതിയ ഇളവ് ബാധകമാകില്ല. അതേസമയം യാത്ര നടത്തുന്ന ദിവസത്തിന് 6 മാസം മുൻപ് വരെ ഈ ഡിസ്കൗണ്ടിൽ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ സാധിക്കുകയും ചെയ്യും. എന്തായാലും 1 വർഷത്തേക്കാണ് പുതിയ സംവിധാനം ഏർപ്പെടുത്തിയിട്ടുള്ളത്. യാത്രക്കാരുടെ എണ്ണം പതിവായി വിലയിരുത്തിയ ശേഷം ഇളവ് തുടരുന്നതിൽ തീരുമാനമെടുക്കുകയും ചെയ്യും.